ഹലോ, അസ്സലാമു അലൈക്കും. ഇത് രാവിലെ ഞാൻ വോയിസ് ഓവർ ചെയ്തതിന് പക്ഷേ ഇതെന്തോ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ സൗണ്ട് വന്നപ്പോൾ ഞാൻ ഒന്നായിട്ട് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് എടുക്കുകയാണ്. കല്യാണ ദിവസമാണ് കേട്ടോ. അത് നമ്മൾ വന്ന് ഇതാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി കുഞ്ഞേക്കാക്ക, മുത്താപ്പൻ്റെ മോനാണ്. ഈ കൈ കാണിച്ചേട്ടാ. അപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റായിപ്പോയി. 11 മണിക്ക് നിക്കാഹ് ഉണ്ടെന്ന്, നിക്കാഹ് 11 മണിക്കാണ്, 10:30 ഇറങ്ങണം എന്നൊക്കെ വാപ്പച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഒരുക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങാൻ 11 മണിയായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ 11 മണിയെന്നല്ലേ, ഒരു 11:30 ആവും നിക്കാഹിന്, അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റി കറക്റ്റ് ടൈമിന് തന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിക്കാഹ് മിസ്സായി, എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഞാൻ എത്താൻ ലേറ്റായി. പിന്നെ വേറെ ആരെങ്കിലൊക്കെ നിച്ചു ഞങ്ങളൊക്കെ ഒരുമിച്ചായതുകൊണ്ട്, അല്ലെങ്കിൽ നിച്ചുൻ്റെ ഫോണിലുണ്ടാവുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചാണ് എത്തിയപ്പോൾ നിച്ചുൻ്റെ ഫോണില്ല. പിന്നെ ആരെ ഫോണിലാണ് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല കേട്ടോ, നിക്കാഹ് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കല്യാണ ഹാളിലെത്തി വരുമ്പോൾ ജ്യൂസൊക്കെ കഴിച്ചു. വരുമ്പോൾ തന്നെ എന്തോ കച്ചറൊക്കെ ഞാൻ യാതൊന്നും വിചാരിച്ചു ഷോള് ഇട്ടില്ല. അപ്പോൾ എന്തൊക്കെ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പം നിക്കാഹ് കഴിഞ്ഞതാ വധു വരുന്ന സീനാണ് കേട്ടോ. ചെക്കനെ കണ്ടല്ലോ, ചെക്കൻ നല്ല അടിപൊളി, നല്ല ചെക്കനായിട്ടുണ്ട്. നല്ല കല്യാണമായിരുന്നു. പാട്ടൊന്നും ഇല്ലാത്തൊരു മാന്യമായ കല്യാണമായിരുന്നു. ഓവറായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എല്ലാം കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ചുരുക്കിയിട്ടുണ്ട്. ഇതാ നല്ല മഞ്ചെത്തിയിട്ട് വരുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ചാണ് പിടിച്ചത്. അങ്ങനെ ഇതാ ബാക്കിൽ കുടുംബക്കാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ ചെക്കനെ അവിടെ റെഡി ആയി നിൽക്കിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ വഴിയിൽ നിന്നിട്ട് അവളെ മാറ്റി. അന്ന് മഞ്ജുവിനെ നിൽക്കാനും മാറ്റിപ്പോലും അറിയില്ല. അതുകൊണ്ട് ആ വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനത്തെ സൗണ്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബഹളം സൗണ്ടൊക്കെ ആയപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തൊക്കെ മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നിക്കാഹ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് ഇവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ അറിഞ്ഞില്ല. അവർ പോകുന്ന തീരുമാനിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വീട്ടിലെത്തിപ്പോയി. കാരണം എനിക്ക് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അവൾ ഉറങ്ങിപ്പോയി. പിന്നെ അവളെ എടുത്ത് നിൽക്കണമല്ലോ. അപ്പോൾ കൈയൊക്കെ കടഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലാക്കട്ടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് സ്റ്റേജിലെത്തി. പിന്നെ അതൊക്കെ രണ്ടാമത് പിന്നെയും റിപ്പീറ്റേഷൻ ഇങ്ങനെ അവർ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതോ ബൊക്കെയൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ്. അവിടെ ഇതിൻ്റെ കൂടെ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഒഴിവാക്കിയതാണ്. അത് അവർ സംസാരിക്കുകയാണ്. പിന്നെ ക്യാമറമാന്മാരോട് ഫോട്ടോ ചെയ്യുന്ന ഫോട്ടോ എടുക്കലും ഇതൊക്കെ. ഇനി അടുത്തത് മഹറിട്ട് കൊടുക്കുന്ന ചടങ്ങാണ്. വലിയൊരു മാലയായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ പൊതുവേ തിരെ ആഭരണ ഓർണമെന്റ്സ് ഒന്നും ഇടാത്ത മോളാണ് കേട്ടോ. അപ്പോൾ അതന്നെ കഴിഞ്ഞിട്ട് മാലൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കണ്ണീരൊക്കെ ഉണ്ടായിട്ടില്ല. എടുക്കാൻ പറ്റില്ല, ഫാൻസി പിന്നെ അവൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഇടുന്നത്. മ്യൂസിക് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാ മഹർ ഇട്ട് കൊടുക്കുന്ന വിചാരിച്ചിട്ട് വോയിസ് ഓവർ കൊടുത്തതാണ്. അങ്ങനെ റിപ്പീറ്റേഷൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ മഹർ കെട്ടിക്കുന്നതാണ് കേട്ടോ. ഞാനൊക്കെ താഴത്ത് നാട്ടെടുക്കുന്ന സൈഡിൽ നിന്ന് എൻ്റെ ഇടയിൽ കൂടെ അവർ സ്വർണ്ണം അധികം ഇടാത്ത ഒരാളാണ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മാലയൊന്നും. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് മിസ്സായത്. എല്ലാവരും ക്ഷമിക്കുക. ഇത് ഓർണമെന്റ്സ് സപ്പോർട്ട് ചെയ്തല്ലോ, ആർക്കും നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇതാ പിന്നെ നിങ്ങളെ സപ്പോർട്ടാണല്ലോ. അതന്നെ കുറേ റേറ്റേക്ക് അവർ എടുപ്പിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കിയാണ്. എനിക്ക് എത്രത്തോളം ഈ വീഡിയോ ചുരുക്കാൻ പറ്റും അത്രത്തോളം ഞാൻ ചുരുക്കിയിട്ടുണ്ട് കേട്ടോ. അധികം ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. മറ്റേ തലേന്നത്തെ പരിപാടി പാട്ടും ഡാൻസൊക്കെ അതിൽ നിന്ന് ഞാൻ കുറേ ഒപ്പനയൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇടണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അത് കുറേ നേരം ഉണ്ടായിരുന്നു. പക്ഷേ അതിനി അതിലും ചുരുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചുരുക്കാഞ്ഞത്. പാട്ടൊക്കെ ഞാൻ ചിലതൊക്കെ സ്പീഡാക്കി പിന്നെ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒപ്പനയും ഡാൻസൊക്കെ ഇടണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കെ കട്ട് ചെയ്തിട്ട് അത്ര നേരം ഉണ്ടായിരുന്നു. അത് പിന്നെ അത്രയും ചുരുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ ഇത് ഞാൻ പിന്നെ ഡാൻസും പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക്
മാക്സിമം ചുരുക്കി പറയാൻ പറ്റിയിട്ടാ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു കല്യാണമായിരുന്നു. സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒന്നും അധികമില്ല, ആർഭാടില്ല, ഡാൻസൊക്കെ ഒരു എല്ലാം ഉണ്ടാണ്. കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട് കുടുംബക്കാരാണ് കേട്ടോ. അപ്പോൾ ഡാൻസൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഇയാത്തും അധികം ഡാൻസ് കളിച്ചിട്ടില്ല. നമ്മൾ കുറേ ഓടിക്കളിച്ച് എന്തൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൈഡിൽ നിന്നപ്പോൾ മാറാൻ പറഞ്ഞു. ഞാൻ അവരവിടെ ഇത് ഞാൻ രാവിലെ തന്നെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അയ്യാത്തും എന്തോ സംസാരിക്കുന്നു, അതിൽ പെട്ടുപോയി എന്തോ പറയുന്നു. അങ്ങനെ ഞാൻ ഫുൾ ഡിലീറ്റ് ചെയ്തു, രണ്ടാമത് കൊടുത്താണ്. അല്ലെങ്കിൽ രാവിലെ തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യുകയില്ല. അപ്പോൾ രണ്ടാമത് എനിക്ക് പിന്നെ കിച്ചണിൽ കുറച്ച് പണിയൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ വന്നു. ലേറ്റ് ആവേണ്ട അല്ലാണ്ട് വേറെ ഡാൻസ് ഒന്ന് അപ്ലോഡ് ചെയ്യാണ്. കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് പാർട്സ് കണ്ടവരുണ്ടാവും. അതെല്ലാം കല്യാണങ്ങൾ പറഞ്ഞു ഇത് ഫുള്ളും കാണാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ വ്ളോഗ് കണ്ടാൽ മതിയല്ലോ. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർ കുറച്ച് പേരുണ്ട്. കല്യാണത്തിന് നാട്ടിലില്ലാത്തവർ, പങ്കെടുക്കാൻ പറ്റാത്തവർ. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉച്ചക്ക് മുന്നേ കിച്ചിക്കോട്ടേന്ന് കരുതി ഫോട്ടോ കൊടുക്കാൻ കേട്ടോ. പോകാൻ തിരക്കുള്ള പിന്നെ മാല പൂമാല ഫോട്ടോ എടുത്തിട്ടാണ് മാല അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കുള്ളായിരുന്നു ഫോട്ടോ എടുക്കാൻ വന്നു കേട്ടോ. ഇവിടെയൊക്കെ BGM വേണമായിരുന്നു അല്ലേ? ഇവിടെ ഞാൻ നല്ലൊരു BGM നിങ്ങൾക്ക് അറിയാലോ അല്ലേ? കൊടുക്കണം എന്ന് എനിക്ക് കൺഫ്യൂഷൻ. എല്ലാവരും അത് മനസ്സിൽ കരുതി കാണുന്ന നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ BGM ഏത് മ്യൂസിക്കാണ് അവിടെ മാച്ച് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ തോന്നുന്നു അത് മാച്ചാക്കി കണ്ടോളി കേട്ടോ. ക്ഷമിക്കുക, എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടാണ്. ഏത് കൺഫ്യൂഷൻ ആയിട്ടാണ്. ഫോട്ടോ എടുത്ത് പോയി ഇതാ കണ്ടോ മാല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു മൊമെന്റ് ആയിരുന്നു. നല്ലൊരു കുളിർമ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് രണ്ടുപേരും ഹഗ്ഗൊക്കെ ചെയ്തു. നല്ലൊരു മൊമെന്റ് സംസാരിച്ചു. നല്ലൊരു മെച്ചെന്താണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വാച്ച് പിന്നെ ക്യാമറമാൻമാർ പറഞ്ഞതാ അറിയില്ല. ഞാൻ കുറച്ച് നേരം ഫോണിൽ നോക്കാണ്ട് വോയിസ് ഓവർ കൊടുത്തു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വാച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള പിന്നെ നല്ല ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. സന്തോഷക്കണ്ണീരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കാൻ വിട്ടു. ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിക്കാൻ പോവാന്ന്. പിന്നെ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അവനെ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ടെൻഷനാണെന്ന് കഴിഞ്ഞിട്ട് ഏത് പേരൻസിനുണ്ടാകുന്നതാണല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ കല്യാണങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴുള്ളവരുടെ ആ സന്തോഷം. ഇതിവിടെ നല്ല ഫീലിംഗ് നടുവിൽ ഭക്ഷണമായിട്ട് ചുറ്റിനും വിധം മനസ്സിലാവുമല്ലോ അല്ലേ? ഇതിനെന്താ പേര് ഞാൻ മറന്നു. അങ്ങനെ അവിടെ ഫോട്ടോ സെക്ഷൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നു. ഭക്ഷണം നല്ല ഇതായിരുന്നു. ആ സെൻറ്ററിൽ അവർ ഭക്ഷണം വിളമ്പി തരും. നമ്മൾ ചുറ്റിനിരുന്നിട്ടുള്ള അങ്ങനെ അടിപൊളിയായിരുന്നു. ഉണ്ടായിരുന്നു. എന്തേലും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ബീഫ് എന്തോന്ന് പേര് പറഞ്ഞാൽ മറന്നു. ഈ സാധനമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും ഹാഫ് പറഞ്ഞു. അങ്ങനെ നല്ല സദ്യ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പ്രാവശ്യം ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യ കണ്ടപ്പോൾ ഞാൻ കഴിക്കണം എന്ന് കരുതി വിട്ടുപോയി. മറ്റൊന്ന് ഇരുന്നപ്പോഴാണ് ഓർമ്മ വന്നത്. പക്ഷെ നല്ല ടേസ്റ്റ്. ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് അല്ല, നല്ല ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് ഗുലാബ് ജാം പോലെ കാണാനുണ്ട്, പക്ഷെ ഗുലാബ് ജാം അല്ല. ഗുലാബ് ജാം അല്ല. പിന്നെ നല്ല ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ടേസ്റ്റ്. ഞാൻ കുറേ കഴിച്ചു കേട്ടോ ക്യാൻഡി. ഞാൻ പിന്നെ ഇയാത് കുറേ കഴിച്ചു, നീച്ച് കുറേ കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ആ സൈഡിൽ പോയിട്ട് ഉണ്ടായിരുന്നു. അവിടെ ഈ സൈഡിൽ ഇവിടെ നിന്ന് കുറേ കഴിച്ചു. ഓളും കുറേ കഴിച്ചു. അതൊക്കെ പോണുണ്ട്. നമ്മുടെ എന്തെങ്കിലും ക്യാൻഡി ഉണ്ട്. ഹാളിൽ വന്ന് ഫോട്ടോ ഉണ്ട്. ഒക്കെ കഴിച്ചു കുറേ കഴിച്ചു. നമ്മൾ വീണ്ടും വന്നു. ഹാളിലേക്ക് ഫോട്ടോ എടുത്തില്ല, ഫാമിലി ഫോട്ടോ എടുത്തില്ല. ഒരുപാട് ഫാമിലീസ് ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല അതൊക്കെ ഏത് ഫാമിലിയാണെന്നോ. ഞാൻ നല്ലോണം കുറച്ച് ലാസ്റ്റിലാണ് എത്തിയത് ഭക്ഷണം കഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അങ്ങനെ അത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളെ ഈ ഓട്ടക്കളി കണ്ടത്. അപ്പോൾ ഞാൻ വന്ന് നോക്കാം പിള്ളേരെ കൂടെ കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ. അപ്പോൾ നോക്കുമ്പോൾ പിള്ളേരെ കൂടെ അല്ല, ഇവള് തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഈ ടൈമിലൊക്കെ മ്യൂസിക് ഉണ്ട് കേട്ടോ. കളിക്കട്ടോ. അപ്പോൾ എന്താ അറിയില്ല, എന്തോ ഒരു കളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇങ്ങനെ കളിച്ചപ്പോൾ കുറച്ചേരം ഞാനതൊന്ന് കുറേ എടുത്തത്. നമ്മൾ കയറുന്നതിന് മുന്നേ ഞാൻ ഒരു ആദ്യം ചെയ്തതാണ്. കല്യാണം കഴിക്കാനായിട്ട് ഫ്രണ്ടിൽ ക്യാമറമാർ പിന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ എൻട്രൻസിലൊക്കെ വരുന്ന വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അവർ മാറാൻ പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. ചുരത്തിലൊക്കെ പോയി അവർക്കെന്തോ ഒരു അവർക്ക് കിട്ടണമല്ലോ, അവർക്കാണല്ലോ ആൽബം ഉണ്ടാക്കി കൊടുക്കാൻ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയാണ് എനിക്ക് അവിടെ പോകാൻ പറ്റാത്ത സങ്കടം. ഇതാ കുറേ ഓടിക്കളിച്ചു. വീട്ടിലെത്തിയതൊന്നും കുറേ ഓടിക്കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ
ഞാൻ അറിഞ്ഞില്ല കേട്ടോ അവൾ ഉറങ്ങിട്ടോ. ഞാനിവിടെ വീട്ടിലെത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് രണ്ടാമത് ഞാൻ പോകാൻ വന്നപ്പോഴത്തേനും കൈ കടയിലോ തൊട്ടിങ്ങനെ ഇട്ടുണ്ടെന്നാലും പറ്റിയില്ല. എനിക്ക് ആ ചെക്കൻ്റെ വീട്ടിൽ വിഷമമായി. ഭയങ്കര കാണാൻ പറ്റില്ല. ഇപ്പോൾ ഹാളിൽ പരിപാടി കാണാൻ പറ്റില്ല. അവിടെ വീട് കാണാൻ വിഷമം. അതുകൊണ്ട് ആ ഹാളിൽ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ വീട്ടിലെത്തിപ്പോയി. പിന്നെ എന്നെ വീട്ടിൽ എല്ലാവരും പോകുക പരിപാടി. ആ എൻ്റെ മിസ്റ്റേക്കും കൂടിയാണ്. നമ്മൾ വാപ്പച്ചി വിളിച്ചപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാൻ ഈ ഓട്ടക്കളും കഴിഞ്ഞ് ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് അങ്ങനെ ഇതാ കുറേ കൂടി കളിച്ചു. ഈ വൈറ്റ് ഇട്ട ചെക്കൻ്റെ കൂടെ ഒക്കെ കുറേ കളിച്ചിട്ടോ. അത് ആരാന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ മക്കളങ്ങനെ അവളങ്ങനെ അങ്ങോട്ട് കയറി പരിചയപ്പെടുന്ന സംസാരിച്ചു. എല്ലാവരും വീഡിയോ എടുക്കുകയാണോ എന്ത് നല്ല കല്യാണമായിരുന്നു. ഓണത്തിൻ്റെ അടുത്ത് കച്ചവടം അങ്ങനെ എന്തോന്നില്ല അതൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല പറ്റില്ല നമ്മുടെ ഫാമിലീനെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പറ്റില്ല തുളത്ത് കിടന്നു. ഞാൻ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഇതാണ് നമ്മളിൽ ഞാൻ വീഡിയോ ഒരുപാട് നേരം കാത്തിരുന്ന് ഫോട്ടോക്ക് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കച്ചവടം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ചീത്ത കേട്ടോ. അത് പറഞ്ഞു എല്ലാവരും നിൽക്കുകയാണ്. എനിക്ക് എല്ലാവരും വീഡിയോ അപ്പോൾ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ലൈനിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ബാക്കിലുള്ള ലൈറ്റൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്നതിന് ലൈറ്റൊക്കെ വീഡിയോ എടുത്തതാണ്. ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോയതാണ്. ഞാൻ മാക്സിമം തീരുമാനിച്ചെന്നെ കൊണ്ട് കഴിയുന്ന അത്രയും ഞാൻ ചുരുക്കിയിട്ടാണ്. തലേന്ന് ഇന്നലത്തെ പരിപാടി തന്നെ തലേന്നത്തെ പരിപാടി എനിക്ക് ലൈക്കാൻ പറ്റുന്നില്ല. കാരണം അതിന് കുറേ ഒപ്പനയും പാട്ടൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഫോട്ടോ പറഞ്ഞ ക്യാമറാമാനോട് ഇങ്ങോട്ട് എന്നിട്ടും അത് അത്രയും ലെങ്ത് ആയിപ്പോയി. പക്ഷേ ഇതങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഫോട്ടോ എടുത്ത് ഇറങ്ങി കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചുരുക്കാൻ മാക്സിമം. അപ്പോൾ 2 മൊമെന്റ്സ് മിസ്സായിട്ടുണ്ട്. എല്ലാവരും കഴിയുമ്പോൾ ഞാൻ ചുരുക്കിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് ആ വീഡിയോയും പിന്നെ അവളെ വീട്ടിൽ പോയി ഇതിലില്ല അതെന്തെങ്കിലും അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ കമൻറ്റിന് എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും കേട്ടോ. പിന്നെന്താ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാ ലൈറ്റുകൾ ഞാൻ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ്. അത് അവളെ എൻ്റെ തോളത്ത് ഉറങ്ങുന്നുണ്ട്. അവളെ വെച്ചിട്ടെടുത്തതാണ്.